ശ്രീ ദീപക് പ്രകാശ്, ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് വന്നിരിക്കുന്നത്. എന്താണ് സുപ്രീം കോടതി അങ്ങനെയൊരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ കാരണമായത്? ഞാൻ ഈ കേസ് കേൾക്കുമ്പോൾ കോടതിയിൽ ഉണ്ടായിരുന്നു. കോടതിയുടെ ആദ്യത്തെ പ്രതികരണം 8 വർഷമായില്ലേ എന്നുള്ളതായിരുന്നു. 8 വർഷത്തിലൊരു കംപ്ലൈന്റും ഇല്ലാത്ത ഒരാള് ഇപ്പോ എന്തുകൊണ്ട് കംപ്ലൈന്റുമായിട്ട് വന്നു? അത് സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ഐശ്വര്യ ഭാട്ടിയും അതുപോലെ തന്നെ ഈ വിക്ടിമിന് വേണ്ടി അപ്പിയർ ചെയ്ത അഡ്വക്കേറ്റ് വൃന്ദ ഗ്രോവറും അത് കഴിവിന്റെ പരമാവധി അവർ കോടതിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ കോടതിക്ക് അത് ബോധ്യമായില്ല. കാരണം ഇത്രയും അറിയപ്പെടുന്ന ഒരു ആക്ടർ 8 വർഷം മുമ്പ് നടന്നൊരു കാര്യം. കാരണം അയാൾ ഇവിടുന്ന് എങ്ങോട്ടും പോവാൻ സാധ്യതയില്ല, രാജ്യം വിട്ടു പോകുന്നില്ല. സാധാരണ രീതിയിൽ ഒരു ആന്റിസിപ്പേറ്ററി ബെയിലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബെയിലുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി കാലാകാലങ്ങളിൽ പറഞ്ഞ കുറെ ഗൈഡ് ലൈൻസ് ഉണ്ട്. ഇതിൽ ട്രിപ്പിൾ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് ആദ്യമായി നോക്കുന്നത്. കാരണം അയാള് ഇന്ത്യ വിട്ടു പോകുമോ, നമ്മൾ ഫ്ലൈറ്റ് റിസ്ക് എന്ന് പറയും. അതുപോലെ ഈ കേസിലെ പരാതിക്കാരെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ടോ, ഈ കേസിൽ അവർ ഇടപെട്ടുകൊണ്ട് ഈ കേസിന്റെ അന്വേഷണത്തെയും പുരോഗതിയെയും തടസ്സപ്പെടുത്താനുള്ള സാധ്യതയുണ്ടോ, ഇവർ ഈ കേസുമായി സഹകരിക്കാൻ സാധ്യതയുണ്ടോ, ഇതുപോലുള്ള കേസുകൾ വീണ്ടും ഉൾപ്പെടാൻ സാധ്യതയുണ്ടോ, ഈ കാര്യങ്ങളാണ് സാധാരണയായി കോടതി നോക്കുന്നത്. ഈ കേസിൽ ഈ കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുമ്പോൾ ഈ ആള് 360 സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു നടനാണ് എന്നും 67 വയസ്സുള്ള ഒരാളാണ് എന്നും ഈ സംഭവ സമയത്ത് ഈ പെൺകുട്ടി കൂടെ അവരുടെ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു എന്നും ഇത് തീർത്തും കെട്ടിച്ചമച്ച ഒരു കഥയൊക്കെയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകർ പറയുന്നത്. അപ്പോൾ വളരെ ശക്തമായ അവരുടെ വാദങ്ങൾക്ക് അടിസ്ഥാനത്തിൽ കോടതി പരിഗണിച്ച് കോടതി കണ്ടെത്തിയത് 8 വർഷം ഒന്നും നടക്കാതിരുന്ന ഒരു കാര്യം ഇനിയിപ്പോൾ അയാൾക്ക് താൽക്കാലികമായി ജാമ്യം കൊടുത്താൽ ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ചെറിയൊരു കാലാവധിക്ക് ജാമ്യം കൊടുത്തുകൊണ്ട് അയാൾ കേസുമായി സഹകരിച്ച് 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും കേസ് കേൾക്കാം എന്നുള്ളതാണ് കോടതിയുടെ ഒരു തീരുമാനം. ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ ഇദ്ദേഹത്തിന്റെ പൊട്ടൻസി ടെസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തുകയും ഇപ്പോൾ താഴത്തെ കോടതിയോടാണ് ഇപ്പൊ പുതിയ നമ്മളുടെ ക്രിമിനൽ നടപടികൾ പ്രകാരം ഇപ്പോൾ പ്രൊട്ടക്ഷൻ അല്ല സാധാരണ കൊടുക്കുന്നത്. അവർക്ക് ഒരു താൽക്കാലിക ജാമ്യമാണ്, 2 ആഴ്ചക്കുള്ള ജാമ്യമാണ്. ഇതിനാവശ്യമായിട്ടുള്ള ഏതൊക്കെ തരത്തിലുള്ള കണ്ടീഷൻസ് ആണ് വെക്കേണ്ടത് എന്ന് ഈ ജാമ്യം നൽകുന്ന താഴത്തെ കോടതിക്ക്, ട്രയൽ കോടതിക്ക്, മജിസ്ട്രേറ്റ് കോടതിക്ക് തീരുമാനിക്കാം എന്തൊക്കെയാണ് വേണ്ടത്. സാധാരണ രീതിയിൽ ഇതിൽ വരാൻ വേണ്ടി പോകുന്നത് അദ്ദേഹത്തോട് കോടതിയിൽ എല്ലാ ദിവസവും തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്ന് സമയം ക്ലിപ്പ് ചെയ്തുകൊണ്ട് അന്വേഷണ ദിവസം ഹാജരാവാനും ഇന്ത്യ വിട്ടു പോകാൻ പാടില്ല എന്നും അതുപോലെ പാസ്പോർട്ട് സറണ്ടർ ചെയ്യണമെന്നും അതുപോലെ ഈ കേസിലെ പരാതിക്കാരിയോ അതുമായി ബന്ധപ്പെട്ട ഏത് സാക്ഷികളെ സ്വാധീനിക്കരുത് എന്ന് പോലുള്ള കണ്ടീഷൻസ് വെച്ചുകൊണ്ടായിരിക്കും കോടതി അവർക്ക് ജാമ്യം നൽകാൻ വേണ്ടി. ദീപക് പ്രകാശ്, നേരത്തെ ഒരു പരാതി ഉന്നയിച്ചിരുന്നു ഇതേ നടി സിദ്ദിഖിനെതിരെ. അന്ന് പരാതി പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ബലാത്സംഗ ആരോപണം ഉന്നയിച്ചിരുന്നില്ല, അതിപ്പോഴാണ് ഉണ്ടായത്. അതുകൂടി കോടതി കണക്കിലെടുത്തിരുന്നു. നമ്മൾക്ക് ഈ കോടതിയിൽ ഞങ്ങളെല്ലാവരും ആ സമയത്ത് കോടതിയിൽ എത്തിയിരുന്നു. ഈ സമയത്ത് കോടതി ജഡ്ജിമാര് വളരെ വിശദമായി ഈ കേസ് പഠിച്ച് അവരൊരു തീരുമാനമെടുത്ത് കോടതിയിൽ വന്നതുപോലെയുള്ള ഒരു പ്രതീതിയാണ് ഞങ്ങൾക്ക് തോന്നിയത്. സാധാരണ രീതിയിൽ കഴിഞ്ഞ കുറെ കാലമായി സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകൻ എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഡിസ്മിസൽ, അതായത് കേസുകൾ ഡിസ്മിസ് ചെയ്യുന്ന ഒരു ബെഞ്ചാണ് മിസ് ബേലായം ത്രിവേദി എന്ന് പറയുന്ന നമ്മൾ ഗുജറാത്തിൽ നിന്നുള്ള ഒരു ജഡ്ജിയുടെ. അവിടെ ലിസ്റ്റ് ചെയ്യുന്ന കേസുകളിൽ ഒരു 65 കേസ് ഉണ്ടെങ്കിൽ അതിൽ 60ഓളം കേസുകൾ, 55ഓളം കേസുകൾ, ചിലപ്പോൾ അതിൽ കൂടുതൽ കേസുകൾ സാധാരണ രീതിയിൽ ഡിസ്മിസ് ചെയ്യാറുള്ളത്. ഒരു തരത്തിലും സാധാരണ ഒരു ഓർഡറും നൽകുന്ന ഒരു ജഡ്ജിയായിട്ട് ഞങ്ങളുടെ അഭിഭാഷക സമൂഹം കാണാത്ത ഒരു ജഡ്ജിന് മുമ്പിലാണ് വന്നത്. അത് തന്നെ ഇതുപോലുള്ള കാര്യങ്ങളിൽ വളരെ ശക്തമായ ഇത് എടുക്കുകയും ചെയ്യുന്ന ഒരു ജഡ്ജിയായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നോട് ഇന്നലെയും മീഡിയ പേഴ്സണൽ ആൾ ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ ഒരു ബെഞ്ച് ആയതുകൊണ്ട് ഇതിൽ അത്ര എളുപ്പമായിരിക്കില്ല, കാരണം ജാമ്യം കിട്ടുന്ന കാര്യത്തിൽ എളുപ്പമായിരിക്കില്ല എന്നൊരു അഭിപ്രായമാണ് ഇവര് ഈ കോടതിയുടെ നടപടികളും അറിയുന്ന എല്ലാ അഭിഭാഷകരും പറഞ്ഞത്. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ആശ്ചര്യം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മുകുൾ റോത്തഗി സർ വന്ന് 1 മിനിറ്റിനുള്ളിൽ തന്നെ അവർക്ക് ജാമ്യം കൊടുക്കുന്നു എന്ന് കോടതി പ്രഖ്യാപിച്ചു. അതിനുശേഷമാണ് ബാക്കിയുള്ള ആർഗ്യുമെന്റ് നടന്നത്. കാരണം ഓൾറെഡി തീരുമാനിച്ച ഒരു കാര്യം, നമ്മളുടെ നാടൻ ഭാഷയിൽ നമ്മൾ ഒരു കുടം കമഴ്ത്തി വെച്ച് അതിന്റെ മുകളിൽ വെള്ളം ഒഴിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നടന്നത്. കാരണം ഒന്നും ആവശ്യമില്ല, ഞങ്ങൾ തീരുമാനിച്ചു എന്ന ഒരു ധാരണയോടെയാണ് ഈ കേസില് നടപടികൾ ഉണ്ടായിട്ടുള്ളത്. കാരണം ഇത് 2 വശവും പരിശോധിക്കുമ്പോൾ
നിയമത്തിന്റെ നൂലാമാലകൾ ഇത്രയും കാലമുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ ഇത് തെറ്റാണോ 100% എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഇത് അതെ, പക്ഷേ ഈ 2 ആഴ്ച അറസ്റ്റ് തടയുമ്പോൾ ഈ തുടരന്വേഷണത്തെ ബാധിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും ഒക്കെ ഇടയുണ്ടാകില്ലേ? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇത് നൽകുന്ന ഒരു സന്ദേശം സമൂഹത്തെ മൊത്തം നെഗറ്റീവായിട്ട് ബാധിക്കുകയും പലപ്പോഴും പല പെൺകുട്ടികൾക്കും അവർക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറയാനോ അവതരിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാവാറില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇത് കൊടുക്കുന്ന സുപ്രീം കോടതിയെ പോലുള്ള ഒരു കോടതി ഇങ്ങനെ നൽകുന്ന ഒരു സന്ദേശം സമൂഹത്തിൽ ആകമാനം സൃഷ്ടിക്കുന്ന അലയൊലികൾ നമ്മളുടെ സ്ത്രീകളുടെ സംരക്ഷണത്തിനും അവർക്കുണ്ടാകാവുന്ന അവരുടെ പ്രൊട്ടക്ഷനും ഒക്കെ വളരെ രീതിയിൽ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു അഭിഭാഷകൻ എനിക്ക് പറയാനുള്ളത്. ഈ കാര്യത്തിൽ കോടതി ഇന്ന് ജാമ്യം നൽകേണ്ടിയിരുന്നില്ല. സർക്കാരിന്റെ ഭാഗം കൂടി ഒരു കംപ്ലൈന്റും അതിന്റെ റിപ്ലൈ എല്ലാം എടുത്തതിന് ശേഷം ഒരു സമയത്തിന് ഒരു വളരെ വിശദമായ നമ്മൾ ഒരു നീതി ചെയ്യുമ്പോൾ നീതി ചെയ്തു എന്ന് മാത്രമല്ല നീതി ചെയ്ത് തോന്നലുണ്ടാക്കുന്ന രീതിയിൽ ഒരു ഉത്തരവ് ഉണ്ടാവുകയായിരുന്നു വേണ്ടത് എന്നാണ് എന്റെ. അതാണ്, അങ്ങനെ ഒരു ഉത്തരവ് എന്തുകൊണ്ട് ഉണ്ടായില്ല എന്നതാണല്ലോ ഒരു ചോദ്യം. കാരണം ഇവിടെ ഇങ്ങനെ ഒരു ജാമ്യം നൽകുന്നതുകൊണ്ട് അല്ലെങ്കിൽ അറസ്റ്റ് തടയുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഭവിഷ്യത്ത് അത് കോടതിയെ ബോധ്യപ്പെടുത്താൻ സംസ്ഥാന സർക്കാരിന് കഴിയാതെ പോയതാണോ പ്രശ്നം? ഇതാണ് ഞാൻ പറയുന്നത്. ഇന്ന് സുപ്രീം കോടതിയിൽ ലഭിക്കാവുന്ന ഏറ്റവും നല്ല അഭിഭാഷകയാണ് രണ്ട് സ്ത്രീകളാണ്. അത് ഐശ്വര്യ ഭാട്ടി എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ നന്നായി കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടിയും മറ്റുള്ള കേസുകളിലും അപ്പിയർ ചെയ്ത് അത്രയും പ്രശസ്തയായിട്ടുള്ള ഒരു അഭിഭാഷകയാണ് അവർക്ക് പറയാൻ പറ്റുന്ന എല്ലാം അവർ പറഞ്ഞു കഴിഞ്ഞു. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് പോലും അവർ ആ കാര്യങ്ങൾ പറഞ്ഞു. വൃന്ദ ഗ്രോവർ എന്ന് പറഞ്ഞ ലേഡി സ്ത്രീകളുടെ റൈറ്റിനും വേണ്ടി നിൽക്കുന്ന ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന മറ്റൊരു അഭിഭാഷകയാണ്. ഇവര് വളരെ വ്യക്തമായി കോടതിയോട് ഇതിന്റെ കാര്യങ്ങൾ സൂചിപ്പിക്കുകയും പറയുകയും ചെയ്തു. പക്ഷെ കോടതി അത് ഉൾക്കൊള്ളാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും കോടതിയെ ബോധ്യപ്പെടുത്താൻ കോടതി അത്ര തന്നെ ഇപ്പോൾ അതിലെ അന്വേഷണത്തിൽ ഒരു IPS ഓഫീസർ കോടതിയിൽ വന്നിരുന്നു. അതുപോലെ ചെയ്യാൻ കഴിയുന്ന എല്ലാ തരത്തിലുള്ള നടപടികളും ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ നിരീക്ഷിച്ചപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് മനസ്സിലാക്കാൻ. ദീപക് പ്രകാശ് പ്രതികരിച്ചതിന്